ടീച്ചർ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം മലയാളം. നമ്മൾക്കൊന്ന് എല്ലാവരും ഒന്ന് ബുക്ക് തുറന്നേ. ഞാനിന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ കൊച്ചു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കുഞ്ഞുണ്ണി മാഷിനെ കണ്ടില്ലേ? നോക്കൂ. ഇനി എല്ലാവരും ഞാൻ ചൊല്ലുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. 56 അക്ഷരമല്ല. എല്ലാവരും കേൾക്കുന്നില്ലേ? ശ്രദ്ധിച്ചു കേൾക്കണേ. 51 അക്ഷരവുമില്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല. അമ്മ എന്ന ഒരക്ഷരമാണ്. മണ്ണ് എന്ന ഒരക്ഷരമാണ് എൻ്റെ മലയാളം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ? ഇനി എല്ലാവരും ഒരുമിച്ച് ചൊല്ലിയേ. ഷാനു ബുക്ക് നോക്കി ഒന്ന് ചൊല്ലിക്കെടുത്തേ. ഷാനു ചൊല്ലുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല. അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്. മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. എല്ലാവരും ഒന്ന് ക്ലാപ്പ് കൊടുത്തേ. നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല. അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്. മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. വെരി ഗുഡ്. എല്ലാവരും നന്നായി ചൊല്ലിയല്ലോ. എല്ലാവർക്കും ഒന്ന് ഹോംവർക്ക് വേണ്ടേ? ഞാൻ ഹോംവർക്ക് തരട്ടെ. മലയാളം എന്ന വാക്കിന് കവി നൽകുന്ന അർത്ഥങ്ങൾ എന്തെല്ലാമാണ്? അത് നിങ്ങൾ എല്ലാവരും നാളെ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. പിന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ 2 കവിതയും കൂടി നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതിക്കൊണ്ടിരണം. അപ്പം എല്ലാവരും നാളെ ഹോംവർക്ക് ചെയ്ത് വരില്ലേ? ഞാനിന്ന് ഒരു കുഞ്ഞുണ്ണി മാഷിൻ്റെ കൊച്ചു കവിതയും കൂടി വായിച്ചു തരട്ടെ. മഴ 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 വന്നു, മാനത്തെന്നൊരു മഴ വന്നു, മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ, മഴ 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 വന്നു, മാനത്തിന്നൊരു മഴ വന്നു. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഹോംവർക്ക് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ഹോംവർക്ക് നിർബന്ധമായിട്ട് ചെയ്തിട്ട് വരണം. പിന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടി കവിതകൾ എഴുതിയിട്ട് വരണം. അന്നേരം എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്ന. ഇന്നത്തെ ടീച്ചറെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഹോംവർക്ക് മറക്കരുത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.